നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ ഇരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. ഇന്ന് ഞാൻ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ആയിരിക്കുന്നത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ്. ആത്മാവിന്റെ ആഴങ്ങളെ അറിയുന്ന സ്നേഹവാനായ ദൈവമേ, കറുത്ത സഭയുടെ വിശുദ്ധിയിലേക്ക് എന്നെ ക്ഷണിച്ചത് അങ്ങേ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിൽ എന്നെ നിത്യം സംരക്ഷിക്കുന്നത് അങ്ങേ പാവനമായ സന്നിധി ഞാൻ മനസ്സോടെ ശിരസ് നമിക്കുന്നു. ഒരു ശില്പത്തെ മനോഹരമാക്കുന്നത് ശില്പിയുടെ കരകളാണ്. എന്നെ നല്ലൊരു സൃഷ്ടിയായി വാർത്തെടുത്ത സ്വർഗീയ കുശലനായ ദൈവത്തിന് നന്ദി.
നിനക്ക് ഒരായിരം നന്ദി. ഞങ്ങളെ പൗരത്വത്തിലേക്ക് കൈപിടിച്ചു അഭിമന്യ ഫ്രാൻസിസ് ഈ നിമിഷം നന്ദി പറയുന്നു. സന്യാസ രൂപീകരണ കാലയളവിൽ മഞ്ഞമ്മൽ കർമ്മ സഭയെ നയിച്ച് എല്ലാ പ്രൊഫഷണൽമാർക്കും കൗൺസിലേഴ്സും ഇപ്പോൾ ഞങ്ങളെ നയിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുഴുവൻ കൗൺസിലർമാർക്കും നന്ദി. എൻ്റെ രൂപീകരണ വഴികളായിരുന്ന എല്ലാ സുപ്രേഷന്മാർക്കും ഗുരുവച്ചന്മാർക്കും നന്ദി. വളരെ പ്രത്യേകമായി ഇപ്പോഴത്തെ ഞങ്ങളുടെ സുപ്രീമേഴ്സനായ വർഗീസ് കണിച്ചുകാടച്ഛന് മഞ്ഞമ്മൽ കർമ്മ ആശ്രമത്തിലുള്ള എല്ലാ വൈദികർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഒരു സന്യാസിയാത്രിയുടെ വളർച്ചയ്ക്കും മികവിനും വെട്ടിയൊരുക്കലിനും വേണ്ടി അവൻ്റെ അരികിലൂടെ ഒഴുകുന്ന നന്മയുടെ അരൂപിയാണ് ഓരോ ഗുരുവച്ചന്മാരും. സ്നേഹമുള്ള ജോസഫ് മരടിക പ്രബലച്ച ജീവിതത്തിലെ നല്ലൊരു ഭാഗം ഞങ്ങൾക്കായി മാറ്റിവെക്കുന്ന ആ നല്ല മനസ്സിനെ എന്നും നന്ദിയോടെ ഓർക്കുന്നു. എപ്പോഴും ഒരു പ്രചോദനമായി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. കർമ്മ സഭയിലേക്ക് എന്നെ കൈവരിച്ച് നടത്തിയ വൊക്കേഷൻ പ്രൊമോട്ടറായ ഷിബു സേവനച്ചൻ എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്കായി എപ്പോഴും ദീപികാരണത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന തിരുവല്ലയിലെയും എരമല്ലൂരിലെയും കണ്ണൂരിലെയും ഇണ്ടാമഠത്തിലെ എല്ലാ സഹോദരന്മാർക്കും നന്ദി. ഈ ദിനം ഇത്രയും മാറ്റിയതിന് പിന്നെ പ്രവർത്തിച്ച സന്മനസ്സുകളിൽ പ്രധാനിയാണ് നമ്മുടെ സ്നേഹം നിറഞ്ഞ നെൽസൺ ജോസഫ്. തിരുപ്പട്ടം സ്വീകരിച്ചതിന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ കാണിച്ച തീക്ഷ്ണതയ്ക്കും കരുതലിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ഓർഡിനേഷൻ അപ്രൂവലായ നിമിഷം ഞാൻ അച്ഛനെ സന്ദർശിക്കാനായിട്ട് ഇവിടെ വരികയുണ്ട്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യത്തിലും പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഇവിടെ മനോഹരമായിരിക്കും. അച്ഛൻ്റെ യൂറോപ്പിലായിരുന്നു ഞാൻ. അതെല്ലാം അച്ഛൻ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചു. അച്ഛന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അച്ഛൻ നന്ദി പറയുന്നു. വികാരിച്ചതിനോടൊപ്പം ഈ ഇടവകയിൽ സേവനം ചെയ്യുന്ന സോളമനസിന് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനക്രമവും ഭംഗിയാക്കുവാനും അൾത്താരയിൽ പുഷ്പാരാധന നടത്തുവാനും നേതൃത്വം നൽകിയ മതനാജിതായിരിക്കും മറ്റു സിസ്റ്റേഴ്സിനും ബലിപീഠം മനോഹരമാക്കിയ രാഘവനും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ചിട്ടയായ ക്രമീകരണങ്ങൾ നടത്തിയ കപ്പിയാർ ജോസൂടി ചേട്ടനും അദ്ദേഹത്തെ നയിച്ച അൾത്താര ബാലന്മാർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ വികാരിച്ചനോട് ചേർന്ന് ഈ ദിവ്യബലി ഇത്രയും ഭംഗിയാക്കാൻ പ്രയത്നിച്ച കൈക്കാരന്മാർ, പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾക്കും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്കും മതബോധന വിഭാഗത്തിനും കുടുംബ യൂണിറ്റുകൾക്കും KCYM ജീസസ് ഫാമിലി പ്രയർ വിൻസെന്റ് പോൾ സൊസൈറ്റി റഷ്യയിലേക്ക് എന്ന സംഘടനയ്ക്കും മറ്റെല്ലാ സംഘടനയ്ക്കും ഇന്നേ ദിനം പ്രാരംഭ പ്രദക്ഷിണം ബഹുമാക്കിയ കുഞ്ഞുകൂട്ടുകാർക്കും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പ്രഥമ ജീവിക്കാൻ ഇവിടെ എത്തിച്ചേരുകയും ഹൃദയത്തെ തൊട്ടുണർത്തുന്ന വചന സന്ദേശം നൽകി വൈദികാനസിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്ന പ്രശസ്ത ധ്യാനഗുരുവും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ ബാബുക്കുളച്ചന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ കൃതജ്ഞതയിൽ ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തിന് നന്ദി. നമ്മുടെ ഈ ദിവ്യബലിയിൽ സഹായത്തിൽ വഹിച്ച എല്ലാ നവവൈദികർക്കും മറ്റു വൈദിക ശ്രേഷ്ഠർക്കും ഈ ഇടവകയിൽ നിന്നും വൈദികപഠം സ്വീകരിച്ച എല്ലാ വൈദികർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ വൈദിക രൂപീകരണ കാലയളവിൽ ഞാൻ സേവനം ചെയ്തിട്ടുള്ള സേവന സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നും, കത്തേടം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നും, മൂലപ്പള്ളി സെൻറ്റ് അഗസ്റ്റിൻ ഇടവകയിൽ നിന്നും, മാളപ്പള്ളിക്കുളം സെൻറ്റ് ആന്റണി ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള വികാരിച്ചന്മാരായ ഫാദർ റോണി, ഫാദർ പ്രിൻസ് പടമറ്റത്തിൽ, ഫാദർ
ഞാനിന്നുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത കർമ്മല സഭയിലെ എൻ്റെ എല്ലാ അനുജന്മാർക്കും വിവിധ സന്യാസ ഭവനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും കൃതജ്ഞത അർപ്പിക്കുന്നു. എൻ്റെ രൂപീകരണ കാലയളവിൽ എന്നെ ഒരു മകനായി സ്വീകരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്ത വത്സമാനിക്ക് പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എൻ്റെ കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് വളരെ ദൂരത്തിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ഞാൻ അർപ്പിക്കുന്നു. കഴിഞ്ഞ 3 മാസക്കാലം ഞങ്ങളുടെ പാസ്റ്റർ ബോയ്സ് നടത്തിയ അന്നമണ്ഡല നൂഷാശ്രമത്തിലെ ഞങ്ങളുടെ സൂപ്യറായിരുന്ന ലീറ്റസച്ചനെയും മാസ്റ്റേഴ്സനായിരുന്ന തമ്പീച്ചനെയും പ്രൊപ്പറേറ്റേഴ്സിനായിരുന്ന വിത്സകാപ്പേഴ്സിനെയും മറ്റുള്ള വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈദിക പഠനത്തിനുമായുള്ള ധ്യാനം നടത്താൻ ഞങ്ങളെ ഒരുക്കിയ പയസ് ആശ്രമത്തിലെ ശ്രേഷ്ഠന്മാരെയും ശ്രേഷ്ഠ വൈദികരെയും മറ്റു വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹം വീണ്ടെടുക്കുവാൻ സഹായിച്ച എല്ലാ ബന്ധുമിത്രാദികൾക്കും ഒത്തിരി നന്ദി തരുന്നു. നല്ല രീതിയിൽ ശബ്ദം ക്രമീകരിച്ച ശ്രീജിത് സൗണ്ടിനും നന്ദി അർപ്പിക്കുന്നു. ഇന്നേ ദിനം ഭംഗിയാക്കാൻ ഞങ്ങളോടൊപ്പമായിരുന്ന കൊച്ചുറമ്പിൽ കുടുംബങ്ങൾക്കും പാണ്ഡ്യരക്കൽ കുടുംബങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ എത്രയും പ്രിയപ്പെട്ട അപ്പച്ചൻ അമ്മച്ചി, നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ തുളുമ്പിരിക്കുന്ന സ്നേഹവും കടപ്പാടും എങ്ങനെ പ്രകടമാക്കണമെന്ന് എനിക്കറിയില്ല. അവ വാക്കുകൾക്ക് അതീതമാണ്. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൈപിടിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു വന്ന ഓർമ്മ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത നിങ്ങളുടെ ദാനമായ എൻ്റെ ജീവിതം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ നിങ്ങളെ കൂടി ഈ തിരുവത്താരയിൽ സമർപ്പിക്കുകയും എൻ്റെ രൂപീകരണ കാലയളവിൽ ഞാൻ തളർന്നു പോയപ്പോഴും വീണുപോയപ്പോഴും ജീവിതകാലുള്ള മണി മുഴങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവികാരുടെ സന്നിധിയിലേക്ക് ഓടുന്ന അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണീര്, അതിരകളിൽ നിന്നും ഒഴുകുന്ന പ്രാർത്ഥനകളുമാണ് എന്നെ ശക്തനാക്കിയത്. പഴയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും കടലിൽ പോയ എൻ്റെ അപ്പച്ചൻ വെറുതെ തിരിച്ചു വന്നപ്പോഴും നാളെ ദൈവം തരും എന്ന അപ്പച്ചൻ്റെ ഉറച്ച ബോധ്യവും വിശ്വാസവുമാണ് ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത്. ഈ വിശ്വാസം തന്നെയാണ് എൻ്റെ വഴിത്താരയിൽ എനിക്ക് പ്രയോജനമായി തീരുകയും ചെയ്തത്. എൻ്റെ അപ്പച്ചൻ അമ്മച്ചൻ, നിങ്ങൾക്ക് തരുന്ന എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ജീവിതാവസാനം വരെയുള്ള എൻ്റെ വലിയ പണത്തിന് ഹൃദയത്തിൽ ഞാൻ നിങ്ങളെ തമ്പുരാനോട് ചേർക്കുകയും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ജോഷി, ഇന്നത്തെ കർമ്മങ്ങൾക്ക് എല്ലാം മുന്നിൽ നിന്ന് നയിച്ച് എന്നോടുള്ള അതിയായ സ്നേഹം പ്രകടമാക്കി നിനക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. സഭാപ്രസംഗങ്ങളിൽ പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവനാണ് വിശുദ്ധൻ. സ്നേഹം നിറഞ്ഞവരെ, സന്യാസ പൗരോഹിക ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന ഞങ്ങൾ വിശുദ്ധമായവ തിരിച്ചറിയാനും വിശുദ്ധിയോടെ ജീവിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ അവൻ്റെ ജനത്തിന് ഒരു അനുഗ്രഹമായി തീരാൻ ഞങ്ങളെ സഹായിക്കട്ടെ. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി അർപ്പിക്കുന്നു.
ദൈവമേ, പ്രകാശനമായി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ച അങ്ങേ പുത്രന്റെ രക്ഷാകരമായ കൂദാശ അന്യ ഭോജനമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ശക്തിയും ആനന്ദവും നൽകുന്ന ദാനങ്ങളാൽ പ്രബലപ്പെടാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങനെ കൂടുതൽ ഭക്തിയോടെ അങ്ങയെ സൂക്ഷിക്കുവാനും നവ്യാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. തന്റെ ഏകജാതന്റെ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിന്റെയും ദത്തെടുപ്പിന്റെയും ദാനം നിങ്ങൾക്ക് നൽകാൻ കഴിവുണ്ടായ ദൈവം തന്റെ കൃപയാൽ ആനന്ദപരിതരാകാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിന്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മനാമഹനസ്ഥതയാൽ നിത്യാവകാശത്തിൽ പങ്കാളിയായി തീരുവാനിടയാകുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഹൃത്ത ജീവിതം നയിച്ച് പ്രതിരാജ്യമായ സ്വർഗത്തിൽ ഒന്നുചേരുവാൻ യോഗ്യരായി തീരുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നുവന്ന് എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. പോകുകയും ദീപപൂജ സമാപിച്ചു. കൊച്ചുപറമ്പിലെ കൊച്ചു ക്ലീറ്റസിൻ്റെ ജോലിയുടെയും ആദ്യജാതൻ ഇതാ അൾത്താരയിൽ ബലി അർപ്പിക്കുവാൻ സർവഥാ യോഗ്യനായി നിന്നുകൊണ്ട് നമുക്കായി ബലിയർപ്പിച്ച ഈ മുഹൂർത്തം കർമ്മഗീത സഭയ്ക്ക് മാത്രമല്ല ആലപ്പുഴ രൂപതയ്ക്കും മാരാരിക്കുളം ഇടവകയ്ക്കും അതുപോലെ തന്നെ ക്ലീറ്റസിയത്തിന്റെ കുടുംബത്തിനുമെല്ലാം വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന നിമിഷമാണ്. ആരാണ് ഒരു പുരോഹിതൻ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിരിക്കുന്ന ഒരു അർത്ഥം കൽപ്പിക്കപ്പെടുന്നുണ്ട്. മുമ്പേ നിർത്തപ്പെട്ടവൻ എന്നാണ് പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ദൈവപ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവജനത്തിന് മാതൃക നൽകി മുമ്പേ നടക്കുന്നവനാണ് പുരോഹിതൻ. ഇസ്രായേൽ ജനം തങ്ങളുടെ വാഗ്ദത്ത ഭൂമി നേടി നടന്നപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയുടെ പേടകം പുരോഹിതന്റെ കയ്യിലാണ് കൊടുത്തത്. പുരോഹിതനാണ് അതും പിടിച്ചുകൊണ്ട് മുമ്പേ നടന്നത്. നീ എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി വ്യാപരിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ വഴി ഈ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കും എന്ന് പറയുന്നു. പുരോഹിതന്റെ വേറൊരു വാക്കാണ് പട്ടക്കാരൻ. പട്ടണം എന്ന് പറയുന്ന വേറൊരു കൂട്ടരുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് പട്ടക്കാരനെ. പട്ടം ഏൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളെല്ലാം
എന്നെ തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ പുരോഹിതന്മാർ നമ്മളുടെ ആത്മീയ പിതാക്കന്മാരാണ്. പുരോഹിതനെ പാതിരി എന്ന വേറൊരു വാക്കുകൊണ്ട് വിശേഷിപ്പിക്കും. പാതിരി എന്ന വാക്ക് പാറ്റർ എന്ന ലത്തീൻ പദത്തിന്റെ ഉത്ഭവമായിരിക്കുന്ന പാഡേർ എന്ന സ്പാനിഷ് വാക്കിൽ നിന്നും ഉണ്ടായതാണ് പാതിരി. പാതിരി എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ്. ഒരു പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങളാണ് ഈ പുരോഹിതന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. വൈദികന്റെ 3 പ്രധാനപ്പെട്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. 1 പ്രവാചക ദൗത്യം, 2 വിശുദ്ധീകരണ ദൗത്യം, 3 അജപാലന ദൗത്യം. കർത്താവിന്റെ ആത്മാവ് എന്ന പേരുണ്ട്. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യവുമായ മത്സരവും പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വാക്യങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ്. മാരാരികളും ഇടവകക്കാരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നന്മകളും ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. നിങ്ങളുടെ പാത കനൽ നിറഞ്ഞതാണ്. ആ കനലിൽ തന്നെ കാലെടുത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ കണ്ടുകൊണ്ട് തന്നെ നന്മ ചെയ്യും. നിങ്ങൾ വിരുദ്ധം ദുഃഖിക്കുന്ന മനുഷ്യന്റെ കണ്ണീരൊപ്പാനായിട്ട് ആശ്വാസത്തിന്റെ കിരണങ്ങൾ അവിടെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ, എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിൽ, പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളിയങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു, അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു.
പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നെൻ്റെ സ്വപ്നം. 1000 തിരികളൻ മാനസത്തിൻ അൾത്താര തന്നിലായി തെളിഞ്ഞു നിന്നു. ആളുകളനവധി എൻ കരം മുത്തി, സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു. പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ. സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ. അഭിഷിക്തനാക്കി നീ എന്നെ. ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ. സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ. അഭിഷിക്തനാക്കി നീ എന്നെ. ചെറുജീവനെ ശക്തിപ്പെടുത്തി നീ ദേവാ നിൻ ഭരണം ഘോഷിക്കുവാൻ. ഈ ചെറുജീവനെ ശക്തിപ്പെടുത്തി നീ ദേവാ നിൻ ഭരണം ഘോഷിക്കുവാൻ. എന്നിലൂടൊഴുകിയ താവക സന്ദേശം ആത്മാവിൽ ദരിദ്രർക്കും ഭോജനമായി. എന്നിലൂടൊഴുകിയ താവക സന്ദേശം ആത്മാവിൽ ദരിദ്രർക്കും ഭോജനമായി. മർദ്ദിതരായോർക്ക് മോചനവും ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ. സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ.
അഭിഷിക്തനാക്കി നീ എന്നെ ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ ചെറുവേണുവേ കൊണ്ടു നടന്നഹോ ലോകമാസകലം പാടിച്ചു നീ ഈ ചെറുവേണുവേ കൊണ്ടു നടന്നഹോ ലോകമാസകലം പാടിച്ചു നീ എന്നിലൂടൊഴുകിയ നിൻ സ്നേഹനിർജ്ജരി അനവധി കണ്ണുകൾ തുറന്നു എന്നിലൂടൊഴുകിയ നിൻ സ്നേഹനിർജ്ജരി അനവധി കണ്ണുകൾ തുറന്നു ബന്ധിതരായോർക്കു മോചനവും ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ
ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ, കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ.
ഹൃദയം നുറുങ്ങിയ സമയം സുഖമേകിയരികിലണഞ്ഞു. ഹൃദയം നുറുങ്ങിയ സമയം സുഖമേകിയരികിലണഞ്ഞു. കരുണാമൃതമേകി മഹോന്നരമാ കരമേകി നയിപ്പവനെന്നാളും നന്ദിയേകിടുവിൻ. കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ. പുതുജീവനെന്നിൽ നിറയാൻ തവ ജീവനേകിയണഞ്ഞു. പുതുജീവനെന്നിൽ നിറയാൻ തവ ജീവനേകിയണഞ്ഞു. ഭയമാകെയകറ്റി നിരന്തരമാ ബലമേകി വസിപ്പവനെന്നാളും നന്ദിയേകിടുവിൻ. കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ. കരുണകളെ വാഴ്ത്തുവിൻ. മഹാസ്നേഹദാനവരങ്ങൾ സദാമോദമാർന്നു സ്മരിക്കാം. തിരുമുമ്പിൽ പ്രണമിച്ചിടാം. നന്ദിയേകിടുവിൻ.